അടുത്ത് തൊട്ടടുത്ത അമ്പലത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം ബ്ലാക്കോട് അവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ അവിടുത്തെ ചെണ്ടമേളവും ബാൻഡ് മേളവും ഒക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ചെറുതായിട്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പോഴേ നമ്മൾ ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടുത്തെ സ്ഥാപനം തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ നമ്മൾ കുറച്ച് ഉള്ളേറിയാണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് കുറച്ച് പുറത്തോട്ട് എവിടെയെങ്കിലും ഒരു കട എടുക്കണമെന്നിങ്ങനെ നമ്മുടെ മനസ്സിലും തോന്നി തുടങ്ങി. പലരും ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഇനി ഉള്ളി വരെ വരാനുള്ള ഒരു അസൗകര്യം അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പലയിടത്തും അന്വേഷിച്ചപ്പോൾ കരിയിപ്ര പഞ്ചായത്തിന് ഓപ്പോസിറ്റ് 2 റോ കടയാണ്. അപ്പോൾ അതിൽ അകത്തെ റോയിലാണ് നമുക്ക് ആദ്യം ആ കട കിട്ടിയത്. അവിടെ ഒരു കട മുറി കിട്ടി. അങ്ങനെ അതെടുത്ത് നമ്മൾ ചക്ക് വയ്ക്കാനായിട്ട് നമുക്ക് IOB ലോൺ തന്നു. അങ്ങനെ ചക്ക് വാങ്ങി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് പൈസ മറിച്ചൊക്കെ കൂടെ ഇവിടെ ആ സ്ഥാപനം തുടങ്ങിയത്. തുടക്കത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. സെയിലൊക്കെ വളരെ മോശമായിരുന്നു. കാരണം ആൾക്കാർ ഒന്നാമത്തെ കാര്യം ഇച്ചിരി ഉള്ളിലായിട്ടാണ് നമുക്ക് ആദ്യം കട കിട്ടിയത്. പിന്നെ ആൾക്കാരൊക്കെ അറിഞ്ഞറിഞ്ഞ് വന്നപ്പോഴത്തേന് ഒരുവിധം എന്ന് വെച്ചാൽ വളരെ വലിയ സെയിൽസൊന്നും അല്ല എങ്കിലും ഒരുവിധം ഭംഗിയായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. എങ്കിലും നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് നമുക്ക് ഒരാൾക്ക് കൂടി ജോലി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു കുടുംബം കൂടെ നമ്മളിലൂടെ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളത് നമുക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. തുടക്കത്തിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അതിന് ഒരു 8 മാസം നിന്നപ്പോഴത്തേന് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിനോട് ചേർന്ന് വീട് പണി തുടങ്ങി. അപ്പോൾ അതിനവിടെ പോകേണ്ടതായിട്ട് വന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയപ്പോഴത്തേന് അവിടെ പോയി വരാനുള്ള അസൗകര്യം കൊണ്ട് പുള്ളിക്കാരിയൊന്ന് മാറി. അതിനുശേഷം പിന്നെ വന്നൊരു സ്റ്റാഫ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. സ്റ്റാഫിനെ കുറിച്ച് നമുക്ക് വളരെ എന്ന് വെച്ചാൽ അഭിമാനത്തോടു കൂടി നമ്മുടെ ഏറ്റവും വലിയ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റാഫുകളാണ്. ഞങ്ങളുടെ സ്റ്റാഫുകളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ സ്ഥാപനം നോക്കി നടത്തുന്നു അതുപോലെ തന്നെയാണ് അവർ ഓരോരുത്തരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ സ്ഥാപനങ്ങളും നോക്കി നടത്തുന്നത്. ഇന്ന് ഒരു ദിവസം ഞാനോ ചേട്ടായിയോ ഇവിടെ ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതവർ പരിഹരിച്ച്, ഇപ്പോൾ ഒരു സാധനം ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തീർന്നു പോയി അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തി അവർ തന്നെ അത് എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പോൾ അത് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഞങ്ങളും അതുപോലെയാണ് ഞങ്ങളുടെ സ്റ്റാഫുകളോട് നിൽക്കുന്നത്. ഞങ്ങളിലുള്ള ഒരാളായിട്ടാണ് ഞങ്ങൾ ഓരോ സ്റ്റാഫുകളെയും കാണുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ കുടുംബത്തിലൊരാളായിട്ട്